Hi, dear students. How are you all? I think you will be fine and going well. Miss you all, especially our classes. By the way, we'll have a good time or better time than before with the hope we are going on. Okay, let's go to our next online class on our textbook methodology of humanities. Today, we are going to study from our third module, last part, textuality and reading. Dear students, go to our text. Textuality and reading. There are three components of narratives. First one author, second text, third one reader. There are three components of narratives. Narratives, three components, three parts എന്നർത്ഥം ഘടകങ്ങൾ അതിനുണ്ട്. ഫസ്റ്റ് വൺ ഓതർ, സെക്കൻഡ് വൺ ടെക്സ്റ്റ്, തേർഡ് വൺ റീഡർ. ഓതർ ഉണ്ടാവും, ടെക്സ്റ്റ് ഉണ്ടാവും, റീഡർ. നറേറ്റീവ്സ് ആർ റെപ്രസെൻറ്റേഷൻസ് ഓഫ് റിയാലിറ്റി ത്രൂ എ മീഡിയം. നറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേഷൻസ് ഓഫ് റിയാലിറ്റി, ഒരു റിയാലിറ്റിയെ ഇവിടെ നമ്മൾ കൊണ്ടുവരലാണ്, പ്രതിനിധീകരിച്ച് കൊണ്ടുവരലാണ്. ത്രൂ എ മീഡിയം, ഒരു മാധ്യമത്തിലൂടെ, ഒരു മാർഗത്തിലൂടെ. ആ മീഡിയം മേ ബി ലാംഗ്വേജ്, സൗണ്ട്, സൈൻ, സിമ്പിൾ, വിഷ്വൽസ്, അതെന്തോ ആവാം. അപ്പോൾ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടോ, ഒരു ശബ്ദം ഉപയോഗിച്ചുകൊണ്ടോ, സൈൻ അടയാളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ, വിഷ്വൽസ് ഉപയോഗിച്ചുകൊണ്ടോ, നമ്മളൊരു ഇത്തരം മീഡിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റിയാലിറ്റിയെ. In the process of narration, there is an author, one who writes the text, the written work, language, the story, and the reader who engages with the language and get meaning out of the narrative. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രോസസ്സ്, ഈ നറേഷൻ എന്നുള്ള പ്രോസസ്സ്, ദർ ഈസ് ആൻ ഓതർ. മൂന്ന് ഘടകങ്ങൾ അവിടെ, മൂന്ന് കോമ്പണൻസ് ആണുള്ളത് എന്ന് പറഞ്ഞു. ഒന്നാമത് ഫസ്റ്റ് വൺ ഓതർ എന്ന് പറഞ്ഞാൽ ഹു റൈറ്റ്സ്, ആരാണോ ഒരു കൃതി എഴുതുന്നത് അവരാണ് ഓതർ. ദ ടെക്സ്റ്റ്, സെക്കൻഡ് കോമ്പണൻ്റ് ആണ് ടെക്സ്റ്റ്. ദ റിട്ടൺ വർക്ക്, ദ ലാംഗ്വേജ്, ദ സ്റ്റോറി. ഈ മൂന്ന് ഉൾക്കൊള്ളുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് കോമ്പണൻറ്റ്. റിട്ടൺ വർക്ക് എന്ന് പറഞ്ഞാൽ അത്, അല്ലെങ്കിൽ ലാംഗ്വേജ്, സ്റ്റോറി. ദ തേർഡ് വൺ ദ റീഡർ, വായിക്കുന്ന ഒരാൾ, വായനക്കാരൻ ഉണ്ടാവണം. ഹു എൻഗേജസ് വിത്ത് ദ ലാംഗ്വേജ്, അത് ആ ആളായിരിക്കും ഭാഷയുമായി കൈകാര്യം ചെയ്യുന്നത്. ആൻഡ് ഗെറ്റ് മീനിങ് ഔട്ട് ഓഫ് ദ നെറേറ്റീവ്, ആ നെറേറ്റീവിൻ്റെ ആശയത്തെ, എന്താണ് അതിൽ പറഞ്ഞതെന്നിനെ മനസ്സിലാക്കിയെടുക്കുന്നതും ആ ഒരു റീഡറായിരിക്കും. The role of the reader and the nature of text is explained here. ഇവിടെ നമ്മൾ ഇനി വിശദീകരിക്കാൻ പോകുന്നത് ഈ റീഡറുടെ റോളും ടെക്സ്റ്റുകളുടെ സ്വഭാവങ്ങളെക്കുറിച്ചാണ് ഇനി താഴെ നമ്മൾ പറയാൻ പോകുന്നത്. ടെക്സ്റ്റുവാലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, അതിനെക്കുറിച്ച് എന്താണ് വിശദീകരിക്കുന്നത്, നമുക്ക് ഈ ഒരു പാട്ട് വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. ദ ടെക്സ്റ്റ് ഈസ് എ സെൽഫ് കണ്ടെയ്ൻഡ് എൻറ്റിറ്റി. വാട്ട് ഈസ് എ ടെക്സ്റ്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ സെൽഫ് കണ്ടെയ്ൻഡ് എൻറ്റിറ്റി. അത് ഒരു സ്വന്തം പലതും അടങ്ങിയിട്ടുള്ളൊരു എൻറ്റിറ്റി, ഒരു അസ്തിത്വമാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ സാധാ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ഇറ്റ് ഈസ് എ സെൽഫ് കണ്ടെയ്ൻഡ് എൻറ്റിറ്റി. ദ ന്യൂ ക്രിട്ടിക്സ് ആർഗ്യൂഡ് ദാറ്റ് ദ മീനിങ് റെസ്റ്റ്സ് വിത്ത് ദി ടെക്സ്റ്റ് ആൻഡ് ദർ ഈസ് നോ നീഡ് ടു സ്റ്റെപ്പ് ഔട്ട്സൈഡ് ഇറ്റ് ടു ഡിസ്കവർ ഇറ്റ്സ് മീനിങ്. പുതിയ പല ക്രിട്ടിക്കുകളും അവർ വാദിക്കുന്നത് എന്ന് വെച്ചാൽ ദ മീനിങ് റെസ്റ്റ്സ് വിത്ത് ദി ടെക്സ്റ്റ് എന്നുള്ളതിന് മീനിങ് അതിൽ തന്നെ ഉണ്ട്. ദർ ഈസ് നോ നീഡ് ടു സ്റ്റെപ്പ് ഔട്ട്സൈഡ് ടു ഡിസ്കവർ ഇറ്റ്സ് മീനിങ്. അതിൻ്റെ അർത്ഥം കണ്ടെത്തുന്നതിന് വേണ്ടി ഒരിക്കലും പുറമേക്ക് പോകേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ ടെക്സ്റ്റ് എന്നതിൻ്റെ മീനിങ് അതിൽ തന്നെ അടങ്ങിയിരിക്കുന്നു എന്നാണ് ന്യൂ ക്രിട്ടിക്സ് പലരും ആർഗ്യൂ ചെയ്യുന്നത്. ദ ടെക്സ്റ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ കൊഹറൻറ്റ് ഫിക്സ്ഡ് എൻറ്റിറ്റി വിത്ത് ദ മീനിങ് ഈസ് ഓൾവേസ് വിതിൻ ഇറ്റ്. ടെക്സ്റ്റ് എന്നുള്ളതിന് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് ആസ് എ കൊഹറൻറ്റ് ഫിക്സ്ഡ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റിക്കിംഗ് ടുഗദർ. ഫിക്സ്ഡ് എൻറ്റിറ്റി മീൻസ് അതിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു എൻറ്റിറ്റി. ദ മീനിങ് ഈസ് ഓൾവേസ് വിതിൻ ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്നുള്ളത് അതിൽ തന്നെ ഉണ്ട് എന്നുള്ളത്. ടെക്സ്റ്റ് എന്നതിൻ്റെ മീനിങ് വിതിൻ ഇറ്റ്, അതിനുള്ളിൽ തന്നെയുണ്ട്. ദ ന്യൂ ക്രിട്ടിക്സ് ലൈക്ക് വിംസാറ്റ് ആൻഡ് ബിയർഡ്സ്ലി ആൻഡ് റോബർട്ട് പെൻ വാറൻ സപ്പോർട്ടഡ് ദിസ് ഐഡിയ ഓഫ് ടെക്സ്റ്റ്. ഇവർ മൂന്ന് പേരും ഈ ഒരു ആശയത്തെ സപ്പോർട്ട് ചെയ്തവർ. എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് എന്നതിൻ്റെ മീനിങ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻ ഇറ്റ് എന്നർത്ഥം, അതിൽ തന്നെ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. By 1970, critics began to argue that literary works can no longer be regarded as a stable structure. 1970 മുതൽ ദ ക്രിട്ടിക്സ് ബിഗാൻ ടു ആർഗ്യൂ, അവർ വിമർശകരായിട്ടുള്ള ക്രിട്ടിക്കുകൾ അവർ ആർഗ്യൂ വാദിക്കാൻ തുടങ്ങി ദാറ്റ് ലിറ്റററി വർക്ക്സ് ക്യാൻ നോ ലോങ്ങർ ബി റിഗാർഡഡ് ആസ് എ സ്റ്റേബിൾ സ്ട്രക്ചർ.
ലിറ്റററി വർക്കുകൾക്ക് ഒരിക്കലും തന്നെ ഒരു സ്റ്റേബിൾ സ്ട്രക്ചർ, ഒരു സ്ഥിരമായി നിൽക്കുന്ന ഒരു സ്ട്രക്ചർ, ഒരു ഘടനയെ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല എന്നവർ ആർഗ്യൂ ചെയ്തു. Roland Barthes was one of the famous critics who supported this idea of the scattered identity of a text. റോളണ്ട് ബാർത്തേസ് ഏറ്റവും പ്രശസ്തരായ ചില ക്രിട്ടിക്കുകളിൽപ്പെട്ട ഒരാളായിരുന്നു. ഹു സപ്പോർട്ടഡ് ദിസ് ഐഡിയ ഓഫ് ദ സ്കാറ്റേർഡ് ഐഡൻറ്റിറ്റി ഓഫ് എ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റിൻ്റെ ഐഡൻറ്റിറ്റി അത് സ്കാറ്റേർഡാണ്, ചിന്നിച്ചിതറി കിടക്കുന്നു എന്നുള്ളൊരാശയം എന്ന് പറഞ്ഞാൽ അതിലില്ല. ദ ഐഡൻറ്റിറ്റി ഓഫ് എ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞത് എന്ത് എന്നുള്ളത് അതിൽ തന്നെയുണ്ട് എന്ന് പറയപ്പെടുന്ന ആ ഒരു ചിന്താഗതിയെ എതിർക്കുന്നതാണ് സ്കാറ്റേർഡ് ഐഡൻറ്റിറ്റി ഓഫ് എ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞത് സ്കാറ്റേർഡാണ്, ചിന്നിച്ചിതറി കിടക്കുന്നതാണ് എന്നുള്ളൊരു ആശയത്തെ സപ്പോർട്ട് ചെയ്തു വന്ന ഒരാളാണ് ആര്? റോളണ്ട് ബാർത്തേസ്. ദ പോസ്റ്റ് 1970 critics argue that literary narratives are not coherent or fixed identities. 1970-കളിൽ ക്രിട്ടിക്കുകൾ ആർഗ്യൂ ചെയ്തത് ലിറ്റററി നെറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ സാഹിത്യകൃതികൾ നോട്ട് കൊഹറൻറ്റ് ഓർ ഫിക്സ്ഡ് ഐഡൻറ്റിറ്റി, ഒരിക്കലും അതെന്തല്ല. നോട്ട് കൊഹറൻറ്റ് മീൻസ് ഇറ്റ് സ്റ്റിക്ലി ടുഗദർ വിത്ത് ഇറ്റ് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ ആ ഒരു ആർഗ്യുമെൻറ്റ് അതിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ ആ ആർഗ്യുമെൻറ്റ്. ഓർ ഫിക്സ്ഡ് ഐഡൻറ്റിറ്റീസ്, അതിൽ തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഐഡൻറ്റിറ്റികളാണ് ടെക്സ്റ്റുകൾ എന്നുള്ള വാദം 1970-കൾക്ക് ശേഷം വന്നിട്ടുള്ള ക്രിട്ടിക്കുകൾ അത് എതിർക്കുകയുണ്ടായി. അവർ പറഞ്ഞത് ഒരിക്കലും അത് അതിൽ തന്നെ ഇല്ല, ഫിക്സഡ് അല്ല, ഇറ്റ് ഈസ് സ്കാറ്റേർഡ് എന്നുള്ളതാണ് 1970-ന് ശേഷം വന്ന ക്രിട്ടിക്കുകൾ ആർഗ്യൂ ചെയ്തത്, വാദിച്ചത്. റോളണ്ട് ബാർത്തേസ് in his criticism gave more importance to the reader than the authors. റോളണ്ട് ബാർത്തേസ് തൻ്റെ ക്രിറ്റിസിസത്തിൽ അദ്ദേഹം gave more importance to the reader, അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകിയത് റീഡറിനാണ് than the authors. വായനക്കാരന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ആരെക്കാൾ? ഓതേഴ്സ്, എഴുത്തുകാരനേക്കാൾ. He argued that the meaning of a text rested with the reader. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു ടെക്സ്റ്റിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ആരിലാണ്? വായനക്കാരനിലാണ്. അദ്ദേഹമാണ് അതിൻ്റെ മീനിങ് കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞാൽ റെസ്റ്റഡ് വിത്ത് ദ റീഡർ, അയാൾക്കാണ് അതിൻ്റെ പരിപൂർണമായിട്ടുള്ള അവകാശം എന്നുള്ളതാണ് റോളണ്ട് ബാർത്തേസ് വാദിക്കുന്നത്. ബാർത്തേസ് റിജക്റ്റഡ് ദ ഐഡിയ ഓഫ് ദ ഓതർ ഹാവിങ് എനി അതോറിറ്റി ഓവർ ദി ടെക്സ്റ്റ്സ് മീനിങ് ഇൻ ഹിസ് എസ്സേ ദ ഡെത്ത് ഓഫ് ദ ഓതർ. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ദ ഡെത്ത് ഓഫ് ദ ഓതർ. ഓതറിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ എസ്സേയുടെ തന്നെ ഹെഡിങ് ടൈറ്റിൽ തന്നെ സൂചിപ്പിക്കുന്നത് ഡെത്ത് ഓഫ് ദ ഓതർ, ഓതറിൻ്റെ ആ ഒരു മരണം എന്നുള്ള ആ ഒരു എസ്സേയിൽ അദ്ദേഹം പറയുന്നത് ടെക്സ്റ്റിൻ്റെ മീനിങ്ങിൽ ഒരിക്കലും ഒരു ഓതർക്ക് അതോറിറ്റി ഇല്ല, അധികാരികതയില്ല. അതിൻ്റെ പരിപൂർണമായിട്ടുള്ള ആധികാരികത വായനക്കാരന് മാത്രമാണ്. അദ്ദേഹം ടെക്സ്റ്റിൽ അതോറിറ്റി ആർക്കുണ്ട്, ഓതറിനുണ്ട് എന്നുള്ളതിന് പരിപൂർണമായിട്ട് അദ്ദേഹം എതിർത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ എസ്സേയിലൂടെ അദ്ദേഹം പറയുന്നത്. ഇൻ ഈസ് എസ് എ ദ ഡെത്ത് ഓഫ് ദ ഓതർ. എവരി ടെക്സ്റ്റ് ഈസ് ഓപ്പൺ. എല്ലാ ടെക്സ്റ്റും ഓപ്പൺ, തുറന്നു വച്ചിരിക്കുന്നതാണ്. എ ടെക്സ്റ്റ് ഹാസ് നോ സെൻറ്റർ ഓർ ബൗണ്ടറീസ്. ഒരിക്കലും അതിനൊരു കേന്ദ്രം, ഒരു സെൻറ്റർ, മദ്യം എന്നുള്ളതോ അല്ലെങ്കിൽ ബൗണ്ടറീസ്, പരിധികളോ ഒരിക്കലും അതിനില്ല. ഇറ്റ് ക്യാൻ റെഫർ ടു ഓർ ബോറോ ഫ്രം അതർ ടെക്സ്റ്റ്സ്. ഒന്നുകിൽ നമുക്കതിനെന്ത് ചെയ്യാം? റെഫർ ടു, നമുക്ക് അതിനെ സൂചിപ്പിച്ച് കൊടുക്കാം, റെഫർ ചെയ്യാം എന്നർത്ഥം. അല്ലെങ്കിൽ ബോറോ ഫ്രം അതർ ടെക്സ്റ്റ്സ്, നമുക്ക് മറ്റുള്ള ടെക്സ്റ്റുകളിൽ നിന്ന് കടമെടുക്കുകയും ചെയ്താം. ദ ടെക്സ്റ്റ്സ് മീനിങ് ഈസ് എൻഡ്ലെസ് ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റീഡർ. ഒരു ടെക്സ്റ്റിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എൻഡ്ലെസ് ആണ്, നോ ബൗണ്ടറീസ് എന്നർത്ഥം. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റീഡർ. അത് ആരെ ആശ്രയിച്ചിരിക്കും? വായനക്കാരൻ എങ്ങനെയുള്ള ആളാണ്, അയാൾക്ക് അതിനനുസരിച്ചിരിക്കുന്ന അർത്ഥം. വായനക്കാരൻ നല്ല വിവരമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടെക്സ്റ്റിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അതിവിശാലമായേക്കാം എന്നുള്ളതാണ് റോളണ്ട് ബാർത്തേസ് പറയുന്നത്. വർക്ക് ആൻഡ് ടെക്സ്റ്റ് അക്കോർഡിംഗ് ടു ബാർത്തേസ് ആർ ഡിഫറെൻറ്റ്. നോട്ട് ദ പോയിൻറ്റ്. വർക്ക് ആൻഡ് ടെക്സ്റ്റ്, വർക്ക് എന്ന് പറയുന്നതും ടെക്സ്റ്റ് എന്ന് പറയുന്നതും എന്താണ്? രണ്ടും വ്യത്യസ്തമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വർക്ക് എന്ന് പറഞ്ഞാൽ ഈസ് ദ പ്രിൻറ്റഡ് ബുക്ക് ആൻഡ് ദ നെറേറ്റീവ് ഇൻസൈഡ് ദ വർക്ക് ഈസ് ദ ടെക്സ്റ്റ്. രണ്ടും ഡിഫൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ പ്രിൻറ്റഡ് ബുക്കിനാണ് എന്ത് പറയുക, വർക്ക് എന്ന് പറയുന്നത്. എന്നാൽ അതേസമയത്ത് ദ നെറേറ്റീവ് ഇൻസൈഡ് ദ വർക്ക്, ആ വർക്കിനുള്ളിലുള്ള നെറേറ്റീവ്, വിശദീകരണങ്ങൾ, വ്യാഖ്യാനങ്ങൾ, അവതരണങ്ങൾ, അതെല്ലാം എന്താണ്? ടെക്സ്റ്റാണ്. അപ്പോൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നെറേറ്റീവ് ഇൻസൈഡ് ദ വർക്കാണ്. അതേസമയത്ത് വർക്ക് എന്ന് പറഞ്ഞാൽ ഈസ് എ പ്രിൻറ്റഡ് ബുക്ക്. The reader has to engage with the narration in the text in order for the text to attain its meaning. വായനക്കാരൻ ചെയ്യുന്നത് എൻഗേജ് വിത്ത് ദ നറേഷൻ, ആ ടെക്സ്റ്റിലുള്ള നറേഷനുമായി അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇടപെടുമ്പോൾ ഇൻ ദ ടെക്സ്റ്റ് in order for the text to attain its meaning, എന്തിനു വേണ്ടി? അതിൻ്റെ
അർത്ഥം എന്തെന്ന് കൃത്യമായിട്ടും പരിപൂർണമായിട്ട് ആർജിച്ചെടുക്കുന്നതിന് വേണ്ടി, മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു വായനക്കാരൻ ചെയ്യുന്നത് ആ ടെക്സ്റ്റുമായി എൻഗേജ് ചെയ്യുകയാണ്. എ വർക്ക് ബിക്കംസ് എ ടെക്സ്റ്റ് ഓൺലി വെൻ ദ റീഡർ സ്റ്റാർട്ട്സ് ഡീലിംഗ് വിത്ത് ദ ലാംഗ്വേജ് ആൻഡ് ദ നെറേറ്റീവ്. ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റായി മാറൽ ഓൺലി വെൻ ദ റീഡർ സ്റ്റാർട്ട്സ് ഡീലിംഗ് വിത്ത് ദ ലാംഗ്വേജ്. ഒരു വായനക്കാരൻ അതിൻ്റെ ഭാഷയുമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ മാത്രം. ആൻഡ് ദ നെറേറ്റീവ്, അതിലുള്ള ഉദാഹരണം ഒരു കഥ, ഒരു നോവൽ എടുക്കുകയാണെങ്കിൽ ആ നോവൽ ആ വായനക്കാരൻ വായിക്കാത്തോടത്തോളം കാലം അതൊരു വർക്ക് മാത്രമാണ്, ഒരു പ്രിൻ്റഡ് ബുക്ക് മാത്രമാണ്. അതൊരു വായനക്കാരൻ അതിലുള്ള ലാംഗ്വേജുമായി ഇടപഴകുമ്പോൾ, അതിൻ്റെ ലാംഗ്വേജ് നറേഷനിലൂടെ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് അതൊരു ടെക്സ്റ്റായിട്ട് മാറുന്നുള്ളൂ എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിലൂടെ മാത്രമേ ആ ടെക്സ്റ്റിൻ്റെ മീനിങ് അയാൾക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നർത്ഥം. ദസ് എ വർക്ക് ഈസ് ഡെഡ് ആൻഡ് ദ ടെക്സ്റ്റ് ഈസ് അലൈവ്. ആ രീതിയിൽ പറയുമ്പോൾ ഒരു വർക്ക് എന്ന് പറയുന്നത് ഈസ് ഡെഡ്, അത് ഡെഡാണ്. ആൻഡ് ടെക്സ്റ്റ് ഈസ് അലൈവ്, ഓൾവേസ് അലൈവ് എന്നർത്ഥം. ടെക്സ്റ്റ് എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്, സജീവമായി നിൽക്കുന്നതേ ഉള്ളൂ. അതേസമയത്ത് വർക്ക് എന്ന് പറഞ്ഞാൽ ഡെഡാണ്, നിർജ്ജീവമാണ്. ദ വർക്ക് ഈസ് ക്ലോസ്ഡ് ആൻഡ് സ്റ്റേസ് ഓൺ ദി ഷെൽഫ്. വർക്ക് എപ്പോഴും ക്ലോസ്ഡ് ആണ്, അടക്കപ്പെട്ടതും. ആൻഡ് സ്റ്റേസ് ഓൺ ദ ഷെൽഫ്, അതിങ്ങനെ ഷെൽഫിൽ, ബുക്ക് വെക്കുന്ന ഷെൽഫിൽ എപ്പോഴും നിലനിൽക്കുന്നത്. അതേ സമയത്ത് ദ ടെക്സ്റ്റ് ഈസ് ഓപ്പൺ, ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ തുറന്നു വെച്ചതാണ്. ആൻഡ് എൻഗേജസ് ദ റീഡർ, അതാണ് യഥാർത്ഥത്തിൽ വായനക്കാരൻ എൻഗേജ് ചെയ്യുന്നത്. അത് വായനക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. വർക്ക് എന്ന് പറയുന്ന ടെക്സ്റ്റ് തമ്മിലുള്ള വ്യത്യാസം, വർക്ക് എപ്പോഴും ആ ഒരു ടെക്സ്റ്റ്, പ്രിൻ്റഡ് ടെക്സ്റ്റ് ബുക്കാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ടെക്സ്റ്റ് എന്ന് പറയുന്നതോ അതിൻ്റെ ഓപ്പൺ, ഒരു വായനക്കാരൻ അതിനെ നറേഷനെ വായിച്ചെടുക്കുമ്പോൾ അതിലുള്ള മീനിങ് മനസ്സിലാക്കുമ്പോൾ സംഭവിക്കുന്ന ആ ഒരു ഒന്നിനാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. റീഡിങ് ഒക്യൂഴ്സ് ബിറ്റ്വീൻ ദ നെറേറ്റീവ് ആൻഡ് ദ റീഡർ. ഇവിടെ വായന എന്നുള്ള ആ ഒരു പ്രതിഭാസം സംഭവിക്കുന്നത് ബിറ്റ്വീൻ നെറേറ്റീവ് ആൻഡ് ദ റീഡർ, നെറേറ്റീവിൻ്റെയും വായനക്കാരൻ്റെയും ഇടയിലാണ് ആ ഒരു റീഡിങ് എന്നുള്ള പ്രതിഭാസം. സംടൈംസ് ലിറ്റററി നെറേറ്റീവ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ അതർ നെറേറ്റീവ്സ്. ചില സമയങ്ങളിൽ ലിറ്റററി നെറേറ്റീവുകൾ, സാഹിത്യപരമായ ആവിഷ്കാരങ്ങൾ ആർ മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ അതർ നെറേറ്റീവ്സ്, പല നെറേറ്റീവുകളും അതെന്ത് ചെയ്യുന്നുണ്ടാവാം, നിർമ്മിക്കുന്നുണ്ടാവാം. ലിറ്റററി നെറേറ്റീവ്സ് കനോട്ട് ബി കംപ്ലീറ്റ്ലി ഒറിജിനൽ. ഒരിക്കലും ലിറ്റററി നെറേറ്റീവ്സ് ഒരു പരിപൂർണമായി ഒറിജിനൽ ആവാൻ സാധ്യതയില്ല. മെനി അഡാപ്റ്റേഷൻസ് ഫ്രം മെനി അതർ നെറേറ്റീവ്സ് ഫ്രീക്വൻ്റ്ലി ഒക്യൂർ. പല അഡാപ്റ്റേഷൻസും മറ്റ് പല നെറേറ്റീവുകളിൽ നിന്നാണ് ഒരു കഥ മറ്റൊരു കഥയിൽ നിന്ന് പലതും എടുത്തിട്ടുണ്ടാവാം എന്നുള്ളതാണ്. ഫ്രീക്വൻ്റ്ലി ഒക്യൂർ, പലതും സംഭവിക്കാം. വി കനോട്ട് ട്രീറ്റ് എ നോവൽ ആസ് ഫിനിഷ്ഡ്. ഒരു നോവലിനെ നമുക്ക് ഒരിക്കലും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല ആസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് പരിപൂർണമായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. ബിക്കോസ് ദ സ്റ്റോറി എക്സ്റ്റെൻസ് ബിയോണ്ട് ദിസ് ടെക്സ്റ്റ് ടു അനദർ. അപ്പോൾ ഒരു നോവൽ നമ്മൾ എടുക്കുമ്പോൾ അത് ഫിനിഷാണ്, അത് ആ ഒരു നോവലിൻ്റെ അവസാനത്തോടു കൂടി അത് അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ദ സ്റ്റോറി എക്സ്റ്റെൻസ് ബിയോണ്ട് ദിസ് ടെക്സ്റ്റ് ടു അനദർ. കാരണം ഈ ടെക്സ്റ്റ് മറ്റൊന്നിലേക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ആയി പോകുന്നുണ്ടായേക്കാം, നീണ്ടു കിടക്കുന്നുണ്ടായേക്കാം. എ ടെക്സ്റ്റ് ഈസ് ദെർഫോർ അൺലിമിറ്റഡ്. ആ ഒരു രീതിയിൽ പറയുമ്പോൾ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈസ് അൺലിമിറ്റഡ്. അതിന് ബൗണ്ടറികളില്ല, അതിന് പരിമിതികളില്ല, പരിധികളില്ല. ഇറ്റ്സ് ബൗണ്ടറീസ് കനോട്ട് ബി ഡ്രോൺ. ഒരിക്കലും ഇന്നതാണ് അതിൻ്റെ പരിധി എന്ന് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കില്ല. ദിസ് വ്യൂ ട്രീറ്റ്സ് ദ ടെക്സ്റ്റ് ആസ് ആൻ എൻറ്റിറ്റി വിതൗട്ട് ക്ലോഷർ, ലിമിറ്റ്ലെസ് ആൻഡ് മേഡ് അപ്പ് ഓഫ് അതർ ടെക്സ്റ്റ്സ്. ഈ ഒരു ആശയം, ഒരു വ്യൂ ട്രീറ്റ്സ് ദ ടെക്സ്റ്റിനെ കാണുന്നത് ആസ് ആൻ എൻറ്റിറ്റി വിതൗട്ട് ക്ലോഷർ, ഒരു ക്ലോഷർ ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ ഒരു എൻഡ്, അവസാനമില്ലാത്തൊരു എൻറ്റിറ്റി ആയിട്ടാണ്. ലിമിറ്റ്ലെസ് ആണ്, അത് പരിധിയില്ലാത്തതാണ്. മേഡ് അപ്പ് ഓഫ് അതർ ടെക്സ്റ്റസ്, പല മറ്റു ടെക്സ്റ്റുകൾ കൊണ്ടും നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ഒരിക്കലും അവസാനിക്കുന്നില്ല, അത് വീണ്ടും മറ്റൊന്നിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻഡായി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വ്യൂ. ദ റിലേഷൻഷിപ്പ് ഓഫ് വൺ ടെക്സ്റ്റ് ടു അനദർ ഈസ് നോൺ ആസ് ഇൻഡോ ടെക്സ്റ്റുവാലിറ്റി, നോട്ട് ദ പോയിൻറ്റ്. ഒരു ടെക്സ്റ്റ് മറ്റൊരു ടെക്സ്റ്റുമായി ഉള്ള ബന്ധത്തെ, ഈ റിലേഷൻഷിപ്പ്, അതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻ്റർ ടെക്സ്റ്റുവാലിറ്റി. പല പ്രാവശ്യം ചോദിച്ച ഒരു ചോദ്യമാണ് അത്. ദ റിലേഷൻഷിപ്പ് ഓഫ് വൺ ടെക്സ്റ്റ് ടു അനദർ. ഒരു ടെക്സ്റ്റിന് മറ്റൊരു ടെക്സ്റ്റിനോടുള്ള ഈ ഒരു ബന്ധത്തെ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് ഒരു ടെക്സ്റ്റ് ഒരിക്കലും അത് ഫിനിഷഡ് അല്ല, അത് മറ്റൊന്നിലേക്ക് എക്സ്റ്റെൻഡായി കിടക്കുന്നു എന്നുള്ളത്. ആ ഒരു ബന്ധം, റിലേഷൻഷിപ്പ് ഓഫ് വൺ ടെക്സ്റ്റ് ടു അനദർ, അതിനാണ് ഇൻ്റർ ടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്നത്. സംടൈംസ് തീംസ്, ഇവൻറ്റ്സ് ആൻഡ് ഈവൻ ക്യാരക്ടേഴ്സ് ഓഫ് വൺ നോവൽ അപ്പിയർ ഇൻ അനദർ നോവൽ. ഉദാഹരണത്തിന് പല തീമുകളും സംഭവങ്ങളും പല ക്യാരക്ടേഴ്സും നമുക്ക് തോന്നാം. ഒരു നോവൽ നമ്മൾ വായിക്കുമ്പോൾ ഇതിലുള്ള ക്യാരക്ടറും മറ്റൊരു നോവലുള്ള ആളെ പോലെ തോന്നിയേക്കാം, അല്ലെങ്കിൽ ഇതിൽ സംഭവിച്ച സംഭവം മറ്റൊരു നോവലുള്ള പോലെ, അല്ലെങ്കിൽ ഇതിലെ പല സ്വഭാവ വിശേഷണങ്ങൾ, തീമുകൾ പലതും മറ്റൊരു നോവലിലും ഉള്ള പോലെ നമുക്ക് തോന്നിയേക്കാം. ആസ് ആൻ എക്സാമ്പിൾ, ഹെൻറി ഫീൽഡിങ്സ് ഷാമല
was a direct response to Samuel Richardson's Pamela, both novels of 18th century. ഹെൻറി ഫീൽഡിങ്സിൻ്റെ ഷാമല എന്ന് പറഞ്ഞ നോവൽ വാസ് എ ഡയറക്റ്റ് റെസ്പോൺസ്, അതൊരു നേരിട്ടുള്ളൊരു പ്രതികരണം തന്നെയായിരുന്നു എന്തിനോടുള്ള, ടു സാമുവൽ റിച്ചാർഡ്സൺസ് പാമല, സാമുവൽ റിച്ചാർഡ്സൻ്റെ പാമല എന്നുള്ള നോവലിനോടുള്ള റെസ്പോൺസ് ആയിരുന്നു എന്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തുടർച്ചയായിരുന്നു എന്നുള്ളതാണ്. ബോത്ത് നോവൽസ് ഓഫ് 18th സെഞ്ചുറി, രണ്ട് നോവലുകളും 18ാം നൂറ്റാണ്ടിലുണ്ടായത്. റിച്ചാർഡ്സൺസ് പാമല ഈവൻ അപ്പിയേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ഫീൽഡിങ്സ് ടെൽ. റിച്ചാർഡ്സൺസിൻ്റെ പാമല എന്ന് പറയുന്നത് ഈവൻ അപ്പിയേഴ്സ്, അത് പ്രത്യക്ഷപ്പെടുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ഫീൽഡിങ്സ് ടെൽ, ആ ഫീൽഡിങ്ങിൻ്റെ ഷാമലയുടെ ആ ഒരു എൻഡായിട്ടാണ് അത് പ്രത്യക്ഷപ്പെടുന്നത്, അവസാനത്തിലായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് അർത്ഥം. അനദർ എക്സാമ്പിൾ ഈസ് ടി.എസ്. എലിയറ്റ്സ് വേസ്റ്റ്ലാൻഡ്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ടി.എസ്. എലിയറ്റിൻ്റെ വേസ്റ്റ്ലാൻഡാണ്. The poem includes Sanskrit phrases, Greek mythology, urban language, London speech, anthropology, myth, history and a variety of texts. ഈ ഒരു പോയട്രി സംസ്കൃതമായിട്ടുള്ള പല ഫ്രേസുകൾ ഉൾക്കൊള്ളുന്നുണ്ട്, ഗ്രീക്ക് മിത്തോളജി ഉൾക്കൊള്ളുന്നുണ്ട്, urban ലണ്ടൻ സ്പീച്ച്, അതായത് ഗ്രാമീണ ലണ്ടൻ സംസാരങ്ങളെ, ആന്ത്രോപോളജി നരവംശ ശാസ്ത്രത്തെ, മിത്തിനെ, ഹിസ്റ്ററിയെ ആൻഡ് എ വെറൈറ്റി ഓഫ് ടെക്സ്റ്റ്, മറ്റ് പല വെറൈറ്റി ടെക്സ്റ്റുകളെയും എന്ത് ചെയ്യുന്നുണ്ട് ടി.എസ്. എലിയറ്റിൻ്റെ വേസ്റ്റ്ലാൻഡ് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. വേർ ഡസ് എലിയറ്റ്സ് വേസ്റ്റ്ലാൻഡ് എൻഡ് ആൻഡ് ദ അതർ ലിറ്ററി ആൻഡ് നോൺ ലിറ്ററി ടെക്സ്റ്റസ് ബിഗിൻ. എവിടെയാണ് ടി.എസ്. എലിയറ്റിൻ്റെ വേസ്റ്റ്ലാൻഡ് എന്നുള്ളത് അവസാനിക്കുന്നത്, ആൻഡ് അതർ ലിറ്ററി ആൻഡ് നോൺ ലിറ്ററി ടെക്സ്റ്റസ് ബിഗിൻ, എവിടെയാണ് മറ്റുള്ള ലിറ്ററി സാഹിത്യ കൃതികൾ നോൺ ലിറ്ററി ടെക്സ്റ്റുകൾ തുടങ്ങുന്നത് എന്നുള്ളത് പറയാൻ വയ്യാത്തതാണെന്നർത്ഥം. ഹെൻസ് വൺ പോയം എക്കോസ് മെനി അതർ പോയറ്റ്സ് ആൻഡ് പോയംസ്. അതുകൊണ്ട് തന്നെ ഒരു പോയട്രി എന്ന് പറയുന്നത് അത് പ്രതിധ്വനിക്കുന്നു മെനി അതർ പോയറ്റ്സ് ആൻഡ് മറ്റു പല പോയറ്റുകളുടെയും പ്രതിധ്വനികളാണ് മറ്റ് ഒരു പോയട്രി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ദിസ് ഈസ് പ്യുവർലി ഇൻഡർ ടെക്സ്റ്റുവാലിറ്റി. ഇതിനാണ് ഇൻഡോ ടെക്സ്റ്റുവാലിറ്റി എന്ന് വീണ്ടും പറയുന്നു. അതായത് ഇൻഡോ ടെക്സ്റ്റുവാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടി പറയാം, ഒരു ടെക്സ്റ്റിന് മറ്റൊരു ടെക്സ്റ്റിനുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിനെ, ഒരു ടെക്സ്റ്റ് ഒരിക്കലും അത് അവസാനിക്കുന്നില്ല, നോട്ട് ഫിനിഷ്ഡ്, അത് മറ്റൊരു ടെക്സ്റ്റിലേക്ക് എക്സ്റ്റെൻഡായി കിടക്കുന്നു. ആ മറ്റൊരു ടെക്സ്റ്റുമായിട്ട് ഇതിനുള്ള ബന്ധത്തെ, റിലേഷൻഷിപ്പിനെയാണ് ഇൻഡോ ടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ജെറാർഡ് ജിനാറ്റ് there are various kinds of texts. ജെറാർഡ് ജിനാറ്റ് അദ്ദേഹം പല ടെക്സ്റ്റുകളുടെ ഇനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. ഓരോ ടെക്സ്റ്റുകൾ എങ്ങനെ, അതിൻ്റെ കൈൻഡ്സ് ഓഫ് ടെക്സ്റ്റസ് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നമ്പർ 1, ഫസ്റ്റ് വൺ പാരാടെക്സ്റ്റസ്. പാരാടെക്സ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആർ എപ്പിഗ്രാഫ്സ്, പ്രിഫേസസ്, ഫോർവേഡ്സ്, എപ്പിലോഗ്യൂസ്, addresses to the reader, epigraphs, acknowledgements, drafts, footnotes, illustrations, etc. That are somehow directly connected to the main narrative. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ദ മെയിൻ നെറേറ്റീവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ചില കാര്യങ്ങളാണ്. ഇതുപോലെ എപ്പിഗ്രാഫ്സ്, പ്രിഫേസസ്, ഫോർവേഡ്സ്, എപ്പിലോഗ്സ്, അഡ്രസ്സസ് ടു ദ എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റിൻ്റെ ആമുഖം അല്ലെങ്കിൽ മുഖപൂര, അതിൻ്റെ ഓർമ്മക്കുറിപ്പ്, ഇങ്ങനെ തുടങ്ങി അഡ്രസ് ടു ദ റീഡർ, വായനക്കാരനോട് ആ ടെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്ന അതിൻ്റെ തുടക്കത്തിലുള്ള പല, ഇതുപോലെ ഡ്രാഫ്റ്റ്സുകൾ, ഫുഡ് നോട്ട്സുകൾ, ഇലസ്ട്രേഷൻസ്, ഇതെല്ലാം അതിൽ പെടുന്ന പാരാടെക്സ്റ്റുകളായിട്ട് വരുന്നതാണ് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ദ മെയിൻ നെറേറ്റീവ്, അതാണ് പാരാടെക്സ്റ്റുകൾ. സെക്കൻഡ് വൺ ഇൻഡർ ടെക്സ്റ്റുവാലിറ്റി. കൈൻഡ്സ് ഓഫ് ടെക്സ്റ്റിൽ രണ്ടാമത് പറയുന്നത് ഇൻഡർ ടെക്സ്റ്റുവാലിറ്റിയാണ്. It refers to the references, echoes, chords and citations and even a plagiarized section of a work. ഇത് സൂചിപ്പിക്കുന്നത് റെഫറൻസുകളെ, ഒരു ടെക്സ്റ്റിൻ്റെ റെഫറൻസുകൾ, എക്കോസ്, കോഡ്സ് ആൻഡ് സൈറ്റേഷൻസ്, പലതും ആപ്തവാക്യങ്ങളായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം. ആൻഡ് ഈവൻ പ്ലാഗിയറൈസ്ഡ് സെക്ഷൻ ഓഫ് എ വർക്ക്. പ്ലാഗിയറൈസ്ഡ് മീൻസ് സ്റ്റീലിംഗ് ഓഫ് സം വർക്ക് ഓർ സ്റ്റീലിംഗ് ഓഫ് സം ലിറ്ററി വർക്ക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഒരു സാഹിത്യ ചോരണങ്ങൾ എന്ന് പറയുമല്ലോ നമ്മൾ, ഒരു സാഹിത്യ മോഷണങ്ങൾ, അതിനൊക്കെ ഈവൻ പ്ലാഗറൈസ്ഡ് ടെക്സ്റ്റ് സെക്ഷൻ ഓഫ് എ വർക്കിൻ്റെ ആ ഒരു ഭാഗത്തിനൊക്കെ എന്ത് പറയാം, ഇൻഡോ ടെക്സ്റ്റുവാലിറ്റി എന്ന് സൂചിപ്പിക്കാം. ഹിയർ എവരി ടെക്സ്റ്റ് സീംസ് ടു റീകോൾ, ഡബിൾ, എക്കോ ഓർ സ്റ്റീൽ ഫ്രം അതർ ടെക്സ്റ്റ്സ് സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് ടു എസ്റ്റാബ്ലിഷ് ആസ് ഒറിജിനൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം റെഫറൻസ് എന്ന് പറഞ്ഞാൽ എക്കോസ്, കോഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ആരോ പറഞ്ഞതാണ്,
വേറെ ആരുടെയൊക്കെ കൃതികളാണ്, വേറെ ആരുടെയൊക്കെ പല വർക്കുകളാണ്, അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാണ്, അതിനെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയാണെന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ ഒരു ടു റീകോളാണത്, ഓർമ്മപ്പെടുത്തലാണ്, ഡബിൾ ഇരട്ടിപ്പിക്കലാണ്, എക്കോ പ്രതിനിധീകരണമാണ്, അല്ല പ്രതിധ്വനിയാണ് എന്നർത്ഥം. ഓർ സ്റ്റീൽ, ഈവൻ ഇറ്റ് ഈസ് എ സ്റ്റീലിങ്, മറ്റൊരു മോഷണമാണ് എന്നർത്ഥം, മറ്റൊരു ഫ്രം അതർ ടെക്സ്റ്റസ്. സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട്, അതുകൊണ്ട് തന്നെ ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് ടു എസ്റ്റാബ്ലിഷ് ആസ് ഒറിജിനൽ ടെക്സ്റ്റ്. അപ്പോൾ അതൊരു ഒറിജിനൽ ടെക്സ്റ്റാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ഥാപിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അതാണ് ഇൻഡോ ടെക്സ്റ്റാലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ, ആർക്കിടെക്ച്വാലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ഓഫ് എ ടെക്സ്റ്റ് ടു അതർ ടെക്സ്റ്റസ് ഇൻ ദ സെയിം ജാൻ ടൈപ്പ്. ഒരു ടെക്സ്റ്റിൻ്റെ ബന്ധം മറ്റൊരു ടെക്സ്റ്റിനോടുള്ള, ഇൻ ദ സെയിം ജാൻ മീൻസ് ഒരേ ഇനത്തിൽപ്പെട്ട ഒരു ടെക്സ്റ്റുമായിട്ടുള്ള അതിൻ്റെ ബന്ധത്തെയാണ് ആർക്കിടെക്ച്വാലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ കണക്ഷൻ ബിറ്റ്വീൻ എ 20th century satirical poem by W.H. Auden has an ആർക്കിടെക്ചറൽ കണക്ഷൻ വിത്ത് ദ സെറ്റയേഴ്സ് ഓഫ് അലക്സാണ്ടർ പോപ്പ്. 20ാം നൂറ്റാണ്ടിലെ W.H. ഓഡൻ്റെ ചില സറ്റയറിക്കൽ പോയം, ഒരു സറ്റയറിക്കൽ പോയം, അതിനെന്തുണ്ട്, ആൻ ടെക്സ്റ്റൽ കണക്ഷൻ, അതിനൊരു ബന്ധമുണ്ട് വിത്ത് ദ സെറ്റയേഴ്സ് ഓഫ് അലക്സാണ്ടർ പോപ്പ്. ആരുടെ കൃതികളുമായിട്ട്? സെറ്റയേഴ്സ് മീൻസ് ആക്ഷേപഹാസ്യങ്ങളുമായിട്ട്. ആരുടെ? അലക്സാണ്ടർ പോപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ അലക്സാണ്ടർ പോപ്പിൻ്റെ കൃതികളുമായിട്ട്, സെറ്റയേഴ്സുമായിട്ട് നല്ലൊരു ആർക്കിടെക്ചറൽ ബന്ധം എന്തിനുണ്ട്? 20ാം നൂറ്റാണ്ടിലെ W.H. ഓഡൻ്റെ സറ്റയറിക്കൽ പോയംസിനുണ്ട് എന്നുള്ള ആ ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് എന്തിനാണ് ആർക്കിടെക്ച്വാലിറ്റി എന്ന് പറയുന്നത്. ഒരു ടെക്സ്റ്റിന് മറ്റൊരു ടെക്സ്റ്റിനോടുള്ള ഒരേ ഇനത്തിൽപ്പെട്ട ഒരു ബന്ധം നടത്തി, ഇൻ ദ സെയിം ജാൻ. ഫോർത്ത് വൺ, മെറ്റാടെക്സ്റ്റുവാലിറ്റി is the relationship between a text and the critical commentaries, biographical commentaries and other references on the main text. എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റിൻ്റെ ബന്ധം, റിലേഷൻ ബിറ്റ്വീൻ എ ടെക്സ്റ്റ് ആൻഡ് ദ ക്രിട്ടിക്കൽ കമൻട്രീസ്, അതിൻ്റെ ക്രിട്ടിക്കൽ കമൻട്രികളുമായിട്ടുള്ള അതിൻ്റെ ബന്ധം, ഒരു ടെക്സ്റ്റിൻ്റെ ബന്ധം. അതേപോലെ തന്നെ ബയോഗ്രഫിക്കൽ കമൻട്രീസ്, അതിൻ്റെ ബയോഗ്രഫിക്കലായിട്ടുള്ള കമൻട്രികളുമായിട്ടുള്ള ബന്ധം. ആൻഡ് അതർ റെഫറൻസസ് ടു ഓൺ ദി മെയിൻ ടെക്സ്റ്റിലുള്ള മറ്റു റെഫറൻസുകളുമായിട്ടുള്ള ഒരു ടെക്സ്റ്റിൻ്റെ ബന്ധത്തിനെയാണ് എന്ത് ചെയ്യുന്നത്, മെറ്റാ ടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ, ഹൈപ്പർ ടെക്സ്റ്റുവാലിറ്റി. ഇറ്റ് റിസംബിൾസ് മെറ്റാ ടെക്സ്റ്റുവാലിറ്റി ഇൻ ദാറ്റ് ഇറ്റ് റെഫേഴ്സ് ടു ദ ടെക്സ്റ്റസ് ദാറ്റ് കം ലേറ്റർ ഓർ ആഫ്റ്റർ ദ ഒറിജിനൽ ടെക്സ്റ്റ്. ഇതെന്തിനോട് സാദൃശ്യമുള്ളതാണ്? മെറ്റാ ടെക്സ്റ്റുവാലിറ്റിയുമായിട്ട്. ഇൻ ദാറ്റ് ഇറ്റ് റെഫേഴ്സ്, സൂചിപ്പിക്കുന്നത്, റെഫേഴ്സ് ടു ദ ടെക്സ്റ്റസ്, അത് ടെക്സ്റ്റുകളെ സൂചിപ്പിക്കുന്നു. ദാറ്റ് കം ലേറ്റർ ഓർ ആഫ്റ്റർ ദ ഒറിജിനൽ എന്നാണ്, ഒറിജിനൽ ടെക്സ്റ്റിന് മുമ്പോ ശേഷമോ വന്ന് ആ കൃതികളെ സൂചിപ്പിക്കുന്ന, അതിനോട് ആ രീതിയിൽ സൂചിപ്പിക്കുന്ന വർക്കുകൾക്കാണ് എന്ത് പറയുക, ഹൈപ്പർ ടെക്സ്റ്റുവാലിറ്റി. ദ ഒറിജിനൽ ടെക്സ്റ്റ് ഈസ് ദ ഹൈപ്പോ ടെക്സ്റ്റ് ആൻഡ് ദ ലേറ്റർ വൺ ഈസ് ഹൈപ്പർ ടെക്സ്റ്റ്. ഇവിടെ ഒരു ഒറിജിനൽ ടെക്സ്റ്റ് ഒന്നുണ്ടാവും, അത് ഹൈപ്പോ ടെക്സ്റ്റാണ്. ആൻഡ് ദ ലേറ്റർ വൺ, അതിന് ശേഷം വന്ന മറ്റൊന്ന്, അതിനോട് സദൃശ്യമായിട്ട് വന്ന, അത് ഹൈപ്പർ ടെക്സ്റ്റ്. ഇൻ ദി 20th century, Jean Rey's വൈഡ് സരഗാസോസി വാസ് എ ഹൈപ്പർ ടെക്സ്റ്റ് ടു ദ വിക്ടോറിയൻ നോവൽ ജാൻ എയർ. 20ാം നൂറ്റാണ്ടിൽ വന്ന ജാൻ റൈൻ്റെ വൈഡ് സരഗാസോസി എന്നുള്ള കൃതി വാസ് എ ഹൈപ്പർ ടെക്സ്റ്റ്, അതൊരു ഹൈപ്പർ ടെക്സ്റ്റ് ആയിരുന്നു ടു ദ വിക്ടോറിയൻ നോവലായിട്ടുള്ള ജാൻ എയറിൻ്റെ. ആൻഡ് ജെഎം കോറ്റ്സിയുടെ ഫോ എന്നുള്ള കൃതി വാസ് എ ലേറ്റോ റീടെല്ലിംഗ് ഓഫ് ഡാനിയൽ ഡിഫോസ് റോബിൻസൺ ക്രൂസോ. ഡാനിയൽ ഡിഫോയുടെ റോബിൻസൺ ക്രൂസോയുടെ റീടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആവിഷ്കരണമായിരുന്നു എന്ത്, ജെഎം കോറ്റ്സിയുടെ ഫോ എന്നുള്ള കൃതി. അപ്പോൾ ഇതൊരു ഒന്നിനെ പറഞ്ഞതിനെ പിന്നീട് പറയപ്പെടുന്നു എന്നുള്ള ആ ഒരു രീതിയിലാണ് ഹൈപ്പർ ടെക്സ്റ്റുവാലിറ്റി എന്ന് സൂചിപ്പിക്കുന്നത്. റീഡർ. The reader is one of the important components of narrative along with the author and the text. നമ്മൾ നേരത്തെ പറഞ്ഞ 3 കോമ്പണൻസ്, 1 ഓതർ, 2 ടെക്സ്റ്റ്, 3 റീഡർ. ടെക്സ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ടെക്സ്റ്റുവാലിറ്റിയെക്കുറിച്ചും അതിൻ്റെ ബാക്കി ഘടകങ്ങളെക്കുറിച്ചും അതിൻ്റെ കൈൻഡ്സ് ഓഫ് ടെക്സ്റ്റുവാലിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞു. റീഡർ എന്ന് പറയുന്നത് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ഓഫ് നറേറ്റീവ്, പ്രധാനപ്പെട്ട ഒരു കോമ്പണൻറ്റ് തന്നെയാണ്. അലോങ് വിത്ത് ദ ഓതർ ആൻഡ് ദ ടെക്സ്റ്റ്. ദ നോവൽ ഈസ് റിട്ടൺ ബൈ ദ റിയൽ ഓതർ. ഒരു നോവൽ എടുക്കുകയാണെങ്കിൽ റിട്ടൺ ബൈ ദ റിയൽ ഓതർ, അതൊരു റിയൽ ഓതർ രചിച്ചതായിരിക്കാം. ദ ഫ്ലഷ് ആൻഡ് ബ്ലഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലഷ് ആൻഡ് ബ്ലഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, രക്തവും മാംസമൊക്കെ ഉള്ള ഒരു ഒറിജിനൽ മനുഷ്യൻ ആണ് ഓതർ. അയാൾ രചിച്ചതായിട്ടുള്ള ഒരു നോവൽ. The story inside the novel is narrated by the narrator, a speaker or the storyteller. ഈ നോവലിനുള്ളിലുള്ള സ്റ്റോറി ഇറ്റ് ഈസ് നറേറ്റഡ് ബൈ ദ നറേറ്റർ. അത് നമുക്ക് മുന്നിൽ വിവരിച്ചു തരുന്നത് ഒരു നറേറ്ററാണ് എന്ന് പറഞ്ഞാൽ എ സ്പീക്കർ ഓർ ദ സ്റ്റോറി ടെല്ലർ, ആ കഥ പറഞ്ഞു തരുന്ന ഒരാളാണ്.
ദ ടെക്സ്റ്റ് കണ്ടെയ്ൻസ് നെറേറ്റീവ്. അവിടെയുള്ള ടെക്സ്റ്റ് എന്ന് പറയുന്നത് കണ്ടെയ്ൻസ് നെറേറ്റീവ്. അത് ഉൾക്കൊള്ളുന്നത് എന്തിനെ? നെറേറ്റീവ്സിനെ ഉൾക്കൊള്ളുന്നു. ദ നെറേറ്റർ നെറേറ്റ്സ് ദ സ്റ്റോറി ഓഫ് ദ നോവൽ ടു ദ നെറേറ്റർ ഹൂ കുഡ് ബി എ ക്യാരക്ടർ. ഇവിടെ ഒരു കഥ നമുക്ക് മുന്നിൽ വിവരിച്ചു തരുന്ന ഒരാൾ, സ്റ്റോറി നോവലിൻ്റെ കഥ നമുക്ക് മുന്നിൽ വിവരിച്ചു തരുന്ന ഒരാൾ ആർക്ക്? ടു ദ നെറേറ്റർ ഹൂ കുഡ് ബി ദ എ ക്യാരക്ടർ. അത് ചിലപ്പോൾ ആരാവാം? ഒരു ക്യാരക്ടർ മീൻസ് ആ നോവലിനുള്ളിൽ തന്നെയുള്ള ഒരു കഥാപാത്രമാകാം. നെറേറ്റർ ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ദ ടെക്സ്റ്റ്. ഇവിടെ നെറേറ്റർ എന്നുള്ള ആളെ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുന്നത് ബൈ ദ ടെക്സ്റ്റ്. ആ ടെക്സ്റ്റിലൂടെയാണ് എന്നർത്ഥം, ടെക്സ്റ്റ് കൊണ്ടാണ്. നെറേറ്റി ഈസ് ആൻ അഡ്രസ്സി ടു വോം ദ സ്റ്റോറി ഈസ് ടോൾഡ്. നെറേറ്റി എന്ന് പറഞ്ഞാൽ ഈസ് ആൻ അഡ്രസ്സി, നമ്മൾ ആരോടാണോ ഈ കഥ പറയപ്പെടുന്നത് അയാളാണെന്ത്? നെറേറ്റി. ടു വോം ദ സ്റ്റോറി ഈസ് ടോൾഡ്. ഹീ ഈസ് ദ ഡയറക്റ്റ് റെസിപ്പിയൻ്റ് ഓഫ് ദ സ്റ്റോറി. ആ ഒരു നെറേറ്റിയാണ് ആരെ? നേരിട്ട് ആ സ്റ്റോറിയെ സ്വീകരിക്കുന്ന ഒരാൾ എന്നർത്ഥം. ഇംപ്ലൈഡ് റീഡർ ഈസ് ആൻ ആന്ത്രോപമോർഫിസേഷൻ എന്നാണ്. ഇംപ്ലൈഡ് റീഡർ എന്ന് പറയുന്നത് ആന്ത്രോപമോർഫിസേഷൻ എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ടിങ് ദ ക്വാളിറ്റീസ് ഓഫ് ഹ്യൂമൻ ബീങ് എന്നർത്ഥം. മനുഷ്യൻ്റെ സ്വഭാവവിശേഷങ്ങൾ നൽകപ്പെട്ടതെന്നർത്ഥം. അതിനാണ് ഇംപ്ലൈഡ് റീഡർ എന്ന് സൂചിപ്പിക്കുന്നത്. ദിസ് റീഡർ ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ദ ടെക്സ്റ്റ്. ഈ ഒരു റീഡർ ടെക്സ്റ്റിനാൽ നിർമ്മിക്കപ്പെടുന്നതാണ്. ആൻഡ് ഈസ് ഇംപ്ലൈഡ് ഇൻ ദ വർക്ക്. അതിനെ സ്ഥാപിക്കപ്പെടുന്നു ഇവിടെ വർക്കിൽ. ഹിസ്റ്റോറിക്കൽ റീഡേഴ്സ് ആർ ദ റിയൽ റീഡേഴ്സ്. ഹിസ്റ്റോറിക്കൽ റീഡേഴ്സാണ് യഥാർത്ഥ റീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ദ ഫ്ലഷ് ആൻഡ് ബ്ലഡ് റീഡർ ഹോൾഡിങ് ദ ബുക്ക് ആൻഡ് റീഡിങ്. അവരെ വായിക്കുന്ന വ്യക്തി എന്നർത്ഥം. ദ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ദ റീഡർ ഹോൾഡിങ് ദ ബുക്ക് ദ റീഡിങ് എന്ന് പറഞ്ഞ പുസ്തകം കയ്യിൽ പിടിച്ച് വായിക്കുന്ന വ്യക്തി. ഹൂ ബ്രൗസ് ത്രൂ ദ നോവൽ. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നോവലിലൂടെ എന്ത് ചെയ്യുന്നു? ബ്രൗസ് അന്വേഷിച്ച് പരതി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ദസ് ദ ഇംപ്ലൈഡ് റീഡർ നീഡ് നോട്ട് ബി ദ സെയിം ആസ് ദ റിയൽ റീഡർ. അതുകൊണ്ട് തന്നെ ഇംപ്ലൈഡ് റീഡർ എന്ന് പറയുന്നത് ഒരു റിയൽ റീഡറെ പോലെ തന്നെ ആവണം എന്നില്ല, അതേ സെയിം ആവണം എന്നില്ല. അപ്പോൾ ഇവിടെ രണ്ട് റീഡേഴ്സ്, ഒന്ന് ഇംപ്ലൈഡ് റീഡറും ഒരു റിയൽ റീഡറുമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. ഇംപ്ലൈഡ് റീഡർ എന്ന് പറഞ്ഞത് അതൊരു ഏകദേശം ആ മനുഷ്യൻ്റെ ക്വാളിറ്റികൾ നൽകപ്പെടുക എന്നർത്ഥം. റീഡർ ഇസ് കൺസ്ട്രക്റ്റഡ് ബൈ ദ ടെക്സ്റ്റ്. അത് ആ ഒരു റീഡറെ അവിടെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് ടെക്സ്റ്റാണ്. അത് ഇംപ്ലൈഡ് ഇൻ ദ വർക്ക്, അത് സൂചിപ്പിക്കപ്പെടുന്നേ ഉള്ളൂ ആ വർക്കിലൂടെ എന്നർത്ഥം. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അതൊരു എൻറ്റിറ്റി അല്ല എന്നർത്ഥം. അതേസമയത്ത് ഹിസ്റ്റോറിക്കൽ റീഡർ എന്ന് പറഞ്ഞത് റിയൽ റീഡേഴ്സാണ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്നുള്ളതാണ് സൂചിപ്പിക്കുക. ഈ രണ്ട് റീഡേഴ്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി. ഇംപ്ലൈഡ് റീഡർ ആൻഡ് റിയൽ റീഡർ. ഇംപ്ലൈഡ് റീഡർ ആ ടെക്സ്റ്റിലുള്ളതാണ്. അതേസമയത്ത് റിയൽ റീഡർ എന്ന് പറഞ്ഞാൽ വായിക്കുന്ന ഒരു വ്യക്തി, ഒരു പുസ്തകം കയ്യിൽ പിടിച്ച് വായിക്കുന്ന ഒരു വ്യക്തി. ടെക്സ്റ്റുവാലിറ്റി, ഓതർഷിപ്പ് ആൻഡ് റീഡിംഗ് ഇൻ ദ ഡിജിറ്റൽ ഏജ്. ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ ടെക്സ്റ്റുവാലിറ്റി, ഓതർഷിപ്പ് ആൻഡ് റീഡിംഗ് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. ഇൻ ദ പ്രസൻറ്റ് ഏജ്, ഡിജിറ്റൽ ഏജ്, ടെക്നോളജീസ് ചേഞ്ച് ദ വേ ഇൻ വിച്ച് ദ ന്യൂ ഫോംസ് ഓഫ് ടെക്സ്റ്റുവാലിറ്റീസ് എമേജ്. ഈ പ്രസൻറ്റ് കാലഘട്ടത്തിൽ ടെക്നോളജീസ് ചേഞ്ച് ദ വേ, ടെക്നോളജികൾ, സാങ്കേതികവിദ്യകൾ നമ്മുടെ രീതികൾ പലതും മാറ്റിമറിച്ചിട്ടുണ്ട്. ഇൻ വിച്ച് ദ ന്യൂ ഫോംസ് ഓഫ് ടെക്സ്റ്റാലിറ്റീസ് എമേജ്, പുതിയ രീതിയിലുള്ള ടെക്സ്റ്റാലിറ്റികൾ ആവിർഭവിച്ചിട്ടുണ്ട്. ദ റീഡർ എക്സ്പീരിയൻസസ് എ ടെക്സ്റ്റ് ഇൻ എ വേ. ഒരു വായനക്കാരൻ അവൻ്റെ ടെക്സ്റ്റുകളെ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? അവൻ അനുഭവിക്കുന്നത്. ടുഡേ ടെക്സ്റ്റസ് ആൻഡ് ഡിജിറ്റൽ ലിറ്ററേച്ചർ. ഇന്നത്തെ ടെക്സ്റ്റുകൾ ആൻഡ് ഡിജിറ്റൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സാഹിത്യം. എനേബിൾ us ടു റീഡ് എ നോവൽ ഓൺലൈൻ. അതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് ഒരു നോവൽ വായിച്ചെടുക്കാൻ ഇതിലൂടെ ഓൺലൈൻ ആയിക്കൊണ്ട്. ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സെവറൽ ഫീച്ചേഴ്സ്. ഇതിന് പല സ്വഭാവ സവിശേഷതകളുണ്ട്, അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഇന്നത്തെ ഡിജിറ്റൽ ഏജിലുള്ള ഡിജിറ്റൽ ലിറ്ററേച്ചർ, ഡിജിറ്റൽ ടെക്സ്റ്റാലിറ്റി, റീഡിങ്, ഇതുമായി അതിൻ്റെ ചില ഫീച്ചേഴ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇൻട്രാക്റ്റീവ് ആണ്. അൺലൈക്ക് എ പ്രിൻറ്റഡ് നോവൽ, ദ റീഡർ ക്യാൻ റീഡ് ഫ്രം എനിവർ ഓൺ ദി വെബ്സൈറ്റ്. ഒരു പ്രിൻറ്റഡ് നോവലിനെ പോലെയല്ല, ഒരു ടെക്സ്റ്റ് നമുക്ക് ഒരു നോവൽ വായിക്കണമെങ്കിൽ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് നമുക്ക് വേണം. എന്നാൽ ഓൺലൈനിലൂടെ ഡിജിറ്റൽ റീഡിങ് നമ്മൾ നടത്തുമ്പോൾ ഒരിക്കലും റീഡ് ഫ്രം എനിവർ ഓൺ ദി വെബ്സൈറ്റ്, നമുക്ക് എവിടെ നിന്നും എങ്ങനെയും വായിക്കാൻ സാധിക്കുന്നുണ്ട്. ദ സീക്വൻസ് ത്രൂ എ ടെക്സ്റ്റ് ഈസ് എ സീക്വൻസ് ദ റീഡർ ഫോളോസ്. ഒരു ടെക്സ്റ്റിലൂടെ ഉള്ള സീക്വൻസ് എന്നാണ് അതിൻ്റെ ശ്രേണി എന്ന് പറഞ്ഞാൽ ഇസ് എ സീക്വൻസ് ദ റീഡർ ഫോളോസ്. ആ റീഡർ, വായനക്കാരൻ ഫോളോ ചെയ്യുന്ന സീക്വൻസ് മാത്രമാണ്. ആൻഡ് നോട്ട് ഓൺ ദാറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദ ഓതർ. ഒരിക്കലും അവിടെ ഓതറല്ല ആ കാര്യത്തെ തീരുമാനിക്കുന്നത്, ഇന്നതിന് ശേഷം ഇന്നത് എന്ന് തീരുമാനിക്കുന്നത് ഒരിക്കലും ഓതറല്ല, അത് റീഡറുടെ ചോയ്സാണ്.
In texts written exclusively for the World Wide Web, example Michael Joyce's Afternoon or Shirley Jackson's Patchwork Girl. ഈ ടെക്സ്റ്റുകൾ വെൻ റിട്ടൺ എക്സ്ക്ലൂസീവ്, അതായത് വേൾഡ് വൈഡ് വെബിന് വേണ്ടി മാത്രം എഴുതപ്പെട്ട ചില ടെക്സ്റ്റുകൾ, ഇതുപോലെ ഉദാഹരണത്തിന് മൈക്കൽ ജോയ്സിൻ്റെ ആഫ്റ്റർനൂൺ ഓർ ഷേർലി ജാക്സൻ്റെ പാച്ച് വർക്ക് ഗേൾ എന്നുള്ള കൃതികൾ. ദ റീഡർ ചോസസ് ദ പാത്ത് ത്രൂ ദ നൊറേറ്റീവ് സോ ദാറ്റ് ദർ ഈസ് ലിറ്റിൽ ഓതറിയൽ കൺട്രോൾ ഓവർ ഹൗ ദ ടെക്സ്റ്റ് ഈസ് ബീങ് റെഡ്. ഇത്തരം കൃതികളിൽ റീഡർ ചൂസസ് ദ പാത്ത്, ഇവിടെ വായനക്കാരനാണ് ആ വായിച്ചെടുക്കേണ്ട നറേറ്റീവ്സിൻ്റെ മാർഗത്തെ തിരഞ്ഞെടുക്കുന്നത്. സോ ദാറ്റ് ദർ ഈസ് എ ലിറ്റിൽ ഓതറിയൽ കൺട്രോൾ, ഇവിടെ വളരെ കുറഞ്ഞ രീതിയിലുള്ള ഒരു ഓതറിൻ്റെ കൺട്രോളെ ഇവിടെ എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ്റെ കൺട്രോൾ വളരെ കുറഞ്ഞതായിരിക്കും ഇവിടെ എന്നത്. ഓവർ ഹൗ ദ ടെക്സ്റ്റ് ഈസ് ബീങ് റെഡ്, ഇങ്ങനെ ഈ പുസ്തകം വായിച്ചെടുക്കണം എന്നതിൽ ഓതറിൻ്റെ റോൾ വളരെ കുറഞ്ഞതായിരിക്കും. ഒന്നാമത്തെ പോയിൻറ്റ് ഫീച്ചറായിട്ട് പറയാനുള്ളത് ഇൻട്രാക്റ്റീവാണ് ഡിജിറ്റൽ വേൾഡിലുള്ള റീഡിങ് എന്നർത്ഥം. മൾട്ടി മോഡൽ, സെക്കൻഡ് വൺ മൾട്ടി മോഡൽ. ഇഫ് യു ഗോ ടു ദ വിൽഫ്രഡ് ഓൺ മൾട്ടിമീഡിയ ആർക്കൈവ്, WOMDA, വംഡ എന്ന് പറയും. യു ക്യാൻ റീഡ് ദ പ്രിൻറ്റഡ് ടെക്സ്റ്റ് ഓഫ് ഓൺസ് പോയട്രി. നിങ്ങൾ ഈ ഒരു വംഡ എന്ന് പറഞ്ഞ ഒരു സൈറ്റിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ യു ക്യാൻ റീഡ് ദ പ്രിൻറ്റഡ് ടെക്സ്റ്റ് ഓഫ് ഓൺസ് പോയട്രി. ഓണിൻ്റെ വിൽഫ്രഡ് ഓണിൻ്റെ അദ്ദേഹത്തിൻ്റെ കവിതകൾ വായിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സി ദ ഒറിജിനൽ ഹാൻഡ് റൈറ്റിംഗ് ഇൻ വിച്ച് ഹി റോട്ട്, അദ്ദേഹം എഴുതിയ ഒറിജിനൽ ഹാൻഡ് റൈറ്റിംഗ്, അദ്ദേഹം കവിത എഴുതിയിട്ടുള്ള ഒറിജിനൽ ഹാൻഡ് റൈറ്റിംഗ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. ഫോട്ടോഗ്രാഫ്സ് ഫ്രം ദ വാർ ആൻഡ് ഹിയർ ദ വോയിസ് റെക്കോർഡിംഗ് ഓഫ് ദ പോയംസ്. അതേപോലെ ആ യുദ്ധത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ആ യുദ്ധത്തിൻ്റെ ഫോട്ടോഗ്രാഫുകൾ കാണാനും ആൻഡ് ദ വോയിസ് റെക്കോർഡിംഗ് ഓഫ് ദ പോയിംസ്, പോയട്രിയുടെ പല വോയിസ് റെക്കോർഡിങ്ങുകൾ കേൾക്കാനും നമുക്ക് സാധിക്കുന്നു. ദസ് വൺ പോയം ക്യാൻ ബി റെഡ് ഇൻ ദ ഫോം ഓഫ് സെവറൽ ഡിഫറെൻറ്റ് ടെക്സ്റ്റ്. ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു പോയട്രിയെ തന്നെ പല രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നു. ഫ്രം ഫോം ഓഫ് സെവറൽ ഡിഫറെൻറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ടെക്സ്റ്റുകൾ, ഓഡിയോ, വീഡിയോ, പ്രിൻറ്റ്, ഈ രീതിയിലെല്ലാം നമുക്കതിനെ വായിച്ചെടുക്കാൻ, മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു അറ്റ് ദ സെയിം ടൈം, ഒരേ സമയം. ദിസ് ഈസ് ദ മൾട്ടി മോഡൽ ടെക്സ്റ്റ്. ഇതിനാണ് മൾട്ടി മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു പോയട്രി നമുക്ക് ആ പോയട്രിയുടെ ഓതറുടെ ഒറിജിനൽ കൈ അക്ഷരത്തോട് കൂടിയത് കാണാനും അതിലുള്ളത് ആ പോയറ്റ് റീസൈറ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ കേൾക്കാനും അതിലുള്ള പല കാര്യങ്ങളുടെയും ഫോട്ടോഗ്രാഫുകൾ കാണാനും മറ്റെല്ലാം അതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇത്തരം മോഡലുകളാണ് എന്ത് മൾട്ടി മോഡൽ എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ ഇത് ഡിജിറ്റൽ വേൾഡിൻ്റെ ഡിജിറ്റൽ ടെക്സ്റ്റാലിറ്റി അല്ലെങ്കിൽ ഡിജിറ്റൽ റീഡിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന് പറയുന്നത് ഇൻ്റർ ടെക്സ്റ്റലാണ്. യു ക്യാൻ ആക്സസ് മൾട്ടിപ്പിൾ ടെക്സ്റ്റസ് അറ്റ് ദ സെയിം ടൈം ഓൺ ദി സെയിം സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ പുസ്തകം വായിക്കുകയാണെങ്കിൽ ഒരേ സമയത്ത് 2-3 പുസ്തകങ്ങൾ നമുക്കതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ദ ഷോയിങ് ദ ഇൻ്റർ ടെക്സ്റ്റൽ നേച്ചർ ഓഫ് ഓൾ ടെക്സ്റ്റ്. അങ്ങനെ അതിലൂടെ നമുക്ക് ഓരോ പരസ്പരം ടെക്സ്റ്റുകൾ തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നർത്ഥം. ഇൻ്റർ ടെക്സ്റ്റൽ നേച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന സ്വഭാവം ഓരോ ടെക്സ്റ്റുകളും തമ്മിൽ. ഫർദർ an annotated edition of, say, Shakespeare offers you commentary, historical references, literary references all on the same page, thereby showing all the sources for Shakespearean study. അതിന് പുറമെ അനോട്ടേറ്റഡ് എഡിഷൻ ഓഫ്, അതായത് കൃത്യമായി വിശദീകരിച്ചിട്ടുള്ള മോർ എക്സ്പ്ലെയിൻഡ് എഡിഷൻ ഓഫ് ഷേക്സ്പിയറിൻ്റെ ഒരുപാട് വിശദീകരിച്ച് വ്യാഖ്യാനങ്ങളുള്ള ഒരു എഡിഷൻ ഓഫേഴ്സ് യു കമൻട്രി. അതിൽ അദ്ദേഹത്തിൻ്റെ കമൻട്രികളുണ്ട്, അദ്ദേഹത്തിൻ്റെ നല്ല അതിൻ്റെ പല ക്രിട്ടിക്കുകളുടെയും മറ്റു കമൻട്രികളുണ്ടാവാം, ഹിസ്റ്റോറിക്കൽ റെഫറൻസുകളുണ്ടാവാം, ഈ ഷേക്സ്പിയറുടെ കഥയുടെ ഹിസ്റ്റോറിക്കൽ റെഫറൻസുകളുണ്ടാവാം, ലിറ്റററി റെഫറൻസുകളുണ്ടാവാം, ഓൾ ഓൺ ദ സെയിം പേജ്. ഇതെല്ലാം നമുക്ക് ഒരൊറ്റ പേജ് തന്നെ നമുക്ക് കിട്ടും. ദബൈ ഷോവിങ് ഓൾ ദ സോഴ്സസ് ഫോർ ഷേക്സ്പിയറിയൻ സ്റ്റഡി. അതിലൂടെ തന്നെ നമുക്ക് മുന്നിൽ കാണിച്ചു തരികയാണ്, അവതരിപ്പിച്ച് തരുന്നു ഓൾ സോഴ്സസ് ഫോർ ഷേക്സ്പിയറിയൻ സ്റ്റഡി. ഒരു ഷേക്സ്പിയറിയൻ പഠനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നിൽ കൃത്യമായി അവതരിപ്പിച്ച് തരുന്നു. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിൽ ഷേക്സ്പിയറിൻ്റെ ഒരു കൃതി തുറന്നാൽ തന്നെ നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട് കമൻട്രികൾ, ഹിസ്റ്റോറിക്കൽ റെഫറൻസുകൾ, ലിറ്റററി റെഫറൻസുകളെല്ലാം. ഇതൊക്കെ തന്നെ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ സഹായകമായി വായിക്കാൻ സാധിക്കുന്നു, അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇൻ്റർ ടെക്സ്റ്റൽ എന്ന് പരസ്പരം ഓരോ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിലുള്ള ലിങ്കുകളും ഓരോന്നും പിന്നെ ഈ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നർത്ഥം. ഫോർത്ത് വൺ ഫ്ലൂയിഡ് ടെക്സ്റ്റ്.
ടെക്സ്റ്റ്സ് ഓൺ സ്ക്രീൻ ക്യാൻ ബി ആൾട്ടേർഡ് ഇൻ ദെയർ അപ്പിയറൻസ്. ഒരു സ്ക്രീനിലുള്ള ടെക്സ്റ്റുകളെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു, ആൾട്ടർ ചെയ്യാൻ സാധിക്കുന്നു ഇൻ ദെയർ അപ്പിയറൻസ്, അതിൻ്റെ നമ്മുടെ മുന്നിലുള്ള ആ പ്രത്യക്ഷത്തിൽ, ഇതിൻ്റെ രൂപത്തിലെല്ലാം. അൺലൈക്ക് ഇൻ ദ കേസ് ഓഫ് പ്രിൻറ്റഡ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക്, ഒരു നോവൽ കിട്ടുകയാണെങ്കിൽ അതിലെ ടെക്സ്റ്റിൻ്റെ വലുപ്പം കൂട്ടാനോ കുറക്കാനോ നമുക്കൊരിക്കലും സാധിക്കില്ല. നമുക്കൊരു ലെറ്റർ എഴുതപ്പെട്ട ഒരു ബുക്ക്, ഒരിക്കലും അതിലുള്ള ടെക്സ്റ്റുകൾ നമുക്ക് സൂം ചെയ്ത് നോക്കാനോ അല്ലെങ്കിൽ അതിൽ ചെറുതാക്കി നോക്കാനോ ഒന്നും നമുക്കൊരു സാധിക്കില്ല. ഇതേ സമയത്ത് ഇവിടെ നമുക്ക് അതിനെ നമ്മുടെ അപ്പിയറൻസ് വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ട് ടെക്സ്റ്റിനെ നമുക്ക് ഒന്നുകൂടി മനസ്സിലാകുന്ന രീതിയിലേക്ക് വായിച്ചെടുക്കാനൊക്കെ സാധിക്കുന്നു. കേസ് ഓഫ് പ്രിൻറ്റഡ് ദിസ് ഡിസ്റ്റബിലൈസസ് ദ ടെക്സ്റ്റ് ഫോർ ദ റീഡർ. അത് യഥാർത്ഥത്തിൽ ഡിസ്റ്റബിലൈസ് തന്നെ, അസ്ഥിരതപ്പെടുത്തുന്നു എന്തിനെ, ടെക്സ്റ്റിനെ, വായനക്കാരൻ എന്ന് പറഞ്ഞു. വായനക്കാരന് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ വലുതാക്കി വായിക്കാനൊക്കെ ഉള്ള സൗകര്യം നമുക്ക് ഡിജിറ്റൽ റീഡിങ്ങിലൂടെ സാധിക്കുന്നു. ദർ ഈസ് എ ഗ്രേറ്റർ സെൻസ് ഓഫ് പ്ലേ ആൻഡ് ഡിസ്കവറി ഇൻ ദിസ് കൈൻഡ് ഓഫ് ടെക്സ്റ്റ്. അപ്പോൾ ഇത്തരം ടെക്സ്റ്റാലിറ്റിയിൽ നമുക്ക് വലിയ ഒരു കണ്ടെത്തലുകളും വലിയൊരു സെൻസ് ഓഫ് പ്ലേ ഇതിൽ ഉണ്ട് എന്നർത്ഥം. ദർ ഈസ് എ ഗ്രേറ്റർ സെൻസ് ഓഫ് പ്ലേ ആൻഡ് ഡിസ്കവറി, വലിയ കണ്ടെത്തലും ഒരു തരത്തിലുള്ള ഒരു കഴിവും സെൻസ് ഓഫ് പ്ലേ ഉണ്ട് ഈ ടെക്സ്റ്റാലിറ്റിയിൽ എന്നർത്ഥം. ഡിജിറ്റൽ നെറേറ്റീവ്സ് ആർ ന്യൂ ഫോംസ് ഓഫ് നെറേറ്റീവ്സ് വിച്ച് എവോൾവ്ഡ് ഡ്യൂറിങ് ദ പ്രസൻറ്റ് ഏജ്. ഈ ഡിജിറ്റൽ നെറേറ്റീവ്സ് എന്ന് പറയുന്നത് പുതിയ നെറേറ്റീവ്സിൻ്റെ രൂപമാണ്. വിച്ച് എവോൾവ്ഡ് ഡ്യൂറിങ് ദിസ് പ്രസൻറ്റ് ഏജ്, ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നമ്മൾ നെറേറ്റ് ചെയ്യപ്പെടുന്ന രീതികളാണ് ഡിജിറ്റൽ നെറേറ്റീവ്സ് എന്നുള്ളതുകൊണ്ട് വിശദീകരിക്കുന്നത്. നമ്മുടെ ഫേസ്ബുക്കിൽ ഒരാൾ എഴുതുന്നത് ഡിജിറ്റൽ നെറേറ്റീവിൻ്റെ ഭാഗമാണ്, ഒരാൾ തൻ്റെ ബ്ലോഗ് എഴുതുന്നത് ഡിജിറ്റൽ നെറേറ്റീവിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ അതിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ തേർഡ് മൊഡ്യൂളിൽ പറഞ്ഞ് വെക്കാനുള്ളത്. ഈ തേർഡ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സീ യു അഗെയിൻ, ബൈ.